ഹലോ ഗൈസ്. അങ്ങനെ ഐസ്ലാൻഡ് ട്രിപ്പിൻ്റെ 5-ാമത്തെ ദിവസത്തോടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തലേദിവസം കിടന്ന ക്യാമ്പ് സൈറ്റിൽ നിന്നും കൃത്യം രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് 9 മണിക്ക് ഒരു സ്ഥലത്ത് എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. നമുക്കിന്നൊരു ഗ്ലേഷ്യർ ഹൈക്കിംഗ് ഉണ്ട്. അതായത് ഐസ് മലയുടെ മേലെ കൂടെ ഒരു ഹൈക്കിംഗ്. ഐസ്ലാൻഡിലെ ഗ്ലേഷ്യേഴ്സ് നമ്മൾ സ്വന്തമായിട്ട് ഹൈക്ക് ചെയ്യുന്നത് അപകടം വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഐസ്ലാൻഡിലെ ഗ്ലേഷ്യേഴ്സ് ഹൈക്കണമെന്ന് ആഗ്രഹം കൊണ്ട് പോകുന്ന എല്ലാവരും അവിടെയുള്ള ഒരു ഹൈക്കിംഗ് ടീമിനെയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു പാക്കേജ് എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങളെടുത്തൊരു പാക്കേജിൻ്റെ അവിടെയാണ് ഞങ്ങൾ രാവിലെ തന്നെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം അവർ പിന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് സേഫ്റ്റി ജാക്കറ്റ്സും പിന്നെ ക്രാമ്പോൺസും പിന്നെ അതുപോലെ തന്നെ ഒരു ആക്സും എല്ലാം നമുക്ക് തന്നു. അങ്ങനെ ഹൈക്കിംഗ് തുടങ്ങാനുള്ള സമയമായപ്പോഴും അവരുടെ വണ്ടിയിൽ നമ്മളെ ആ ഗ്ലേഷ്യറിൻ്റെ ബേസ് പോയിന്റിലോട്ട് പോകാനായിട്ട് നമ്മളെ ക്ഷണിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഗൈഡിനെ പരിചയപ്പെടാം. അപ്പോൾ ഇവളാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ്. ഇവളുടെ പേര് എലന. ആള് ഐസ്ലാൻഡുകാരി അല്ല, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആള് ഇറ്റലിക്കാരി എന്തോ ആണ്. പിന്നെ ഇന്നത്തെ ടൂറ് നമുക്കൊരു പ്രൈവറ്റ് ടൂറായിരുന്നു. കാരണം 4ാമത് വരാമെന്ന് പറഞ്ഞ ആൾ ഇന്ന് രാവിലെ വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും പിന്നെ ഇവള് മാത്രമായിരുന്നു ഈ ഹൈക്കിങ്ങിന് ഇവളുടെ ടീമിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ പരിശോധന ശേഷം നമുക്കിനി ഗ്ലേഷ്യറിലോട്ടുള്ള ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളീ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഗ്ലേഷ്യറിലോട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് നടക്കാനായിട്ടുണ്ട്. വിൻ്റർ സീസൺ അടുക്കും തോറും ഈ പറഞ്ഞ ദൂരം കുറഞ്ഞു വരും. കാരണം അപ്പോൾ അത്രയ്ക്കും മഞ്ഞായിരിക്കും ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ മാത്രമല്ല വേറെ ഒരു ടീമും ഇതുപോലെ തന്നെ ഇതേ സമയത്തും ഗ്ലേഷ്യർ ഹൈക്കിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം മഞ്ഞിനോട് അടുക്കാറായപ്പോൾ തന്നെ നമ്മുടെ ഗൈഡ് നമ്മുടെ അടുത്ത് ക്രാമ്പോൺസ് ഇടാനായിട്ട് ആവശ്യപ്പെട്ടു. അവൾ നമുക്ക് പറഞ്ഞു തന്നു ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ. അങ്ങനെ അവളുടെ ഗൈഡൻസ് പ്രകാരം നമ്മൾ ക്രാമ്പോൺസൊക്കെ സേഫ്റ്റിക്കായിട്ട് ഇട്ടു. ഇനി എന്താണ് ഗ്ലേഷ്യർ? ഇത് ഈ മഞ്ഞിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ ഗ്ലേഷ്യർ എന്ന് പറയുന്നത് മഞ്ഞ് തന്നെയാണ്. പക്ഷേ ഈ ഗ്ലേഷ്യർ ഉണ്ടാവുന്നത് മഞ്ഞൊരു ഭാഗത്ത് വീണ്, പക്ഷേ ഈ മഞ്ഞ് ഉരുകാതെ പിന്നെയും അതിന് മേലെ മഞ്ഞ് വീണ് താഴെയുള്ള മഞ്ഞ് കംപ്രസ്സായിട്ട് അത് പിന്നെ കട്ടിയുള്ള ഐസായിട്ട് മാറും. അതിനെയാണ് ഈ ഗ്ലേഷ്യർ എന്ന് പറയാം. മലയാളത്തിൽ ഇതിനെ ഹിമാനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മഞ്ഞ് പെയ്യുന്നത് കൂടിയിട്ട് ഈ ഗ്ലേഷ്യേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കൂടുമെങ്കിലും ആഗോളതാപനവും പിന്നെ കാലാവസ്ഥയിലുള്ള വ്യതിയാനമൊക്കെ കാരണം ഈ ഗ്ലേഷ്യേഴ്സും റീസെൻ്റ്ലി ഉരുകാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഗ്ലേഷ്യേഴ്സ് അപകടകാരികളായി മാറുന്നതെന്ന് നമുക്കറിയണ്ടേ? അതായത് ഈ ഗ്ലേഷ്യേഴ്സിൻ്റെ മേലത്തെ മഞ്ഞ് ഉരുകുമ്പം അവിടെ ചെറിയൊരു വെള്ളം രൂപപ്പെടും. അങ്ങനെ ഈ വെള്ളം ഒഴുകി പോകുമ്പം അവിടെ ചെറുതായിട്ടൊരു ചാല് രൂപപ്പെടും. ഇപ്പം എലന നിൽക്കുന്നതിൻ്റെ മുന്നിലായിട്ട് നമുക്ക് അതുപോലൊരു ചെറിയൊരു ചാല് കാണാം. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴുകി അത് വലിയൊരു ഗർത്തമായിട്ട് മാറും. അപ്പോൾ നമ്മൾ അറിയാതെ പോയിട്ട് അതിന് മേലെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴത്തോട്ട് ചിലപ്പോൾ കുഴിഞ്ഞു പോകും. കാരണം താഴത്ത് അത്രയ്ക്ക് സാന്ദ്രത അല്ലെങ്കിൽ മഞ്ഞിന് അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സിന് കട്ടി ഉണ്ടാകത്തില്ല. അങ്ങനെ ആ ഗ്യാപ്പിലോട്ട് ചിലപ്പോൾ പോകുന്നത് ഈ മലയുടെ പാറക്കെട്ടിൻ്റെ ഉള്ളിലോട്ടായിരിക്കും. ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലോട്ട് പോയാൽ പിന്നെ പറയണ്ടല്ലോ, അത് കൂടുതൽ അപകടം വിളിച്ചു വരുത്തും. നമ്മുടെ ഇപ്പോൾ ഈ മുന്നിൽ അവിടെ കയറ് കെട്ടി വെച്ചിരിക്കുന്നത് അവിടേക്ക് നോ എൻട്രി ആണ്. കാരണം അവിടെ ഇതുപോലെ അപകടം പിടിച്ച വലിയൊരു കുഴിയുണ്ട്. അത് ഈ വെള്ളം ഒഴുകി രൂപപ്പെട്ട വലിയൊരു കുഴിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞു ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുതെന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് സേഫ് ആയിട്ടുള്ളൊരു വഴിയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. ഞങ്ങളവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആക്സ് ഉപയോഗിച്ച് ഞങ്ങൾ ഈ മഞ്ഞൊക്കെ തട്ടി പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓഫ് സീസണിലായിട്ട് പോലും ഇത്രയ്ക്ക് മഞ്ഞ് ഇവിടെയുണ്ട്. ഇപ്പോൾ സീസൺ ആവുമ്പോൾ ഇത് കാണാനായിട്ട് ഇതിനേക്കാൾ ഭയങ്കര രസമാണ്. കാണുമ്പോൾ 2 സൈഡിലും വലിയ മഞ്ഞാണെങ്കിലും നമ്മൾ നടന്നു പോകുമ്പോൾ ആ ഒരു തണുപ്പ് നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഇവിടെ ഒരിക്കലും ഗൈഡ് പറയാത്ത വഴിയിലൂടെ പോവേ ചെയ്യരുത്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റെസ്ക്യൂ ടീം വന്നിട്ട് എസ്കേപ്പ് ചെയ്ത് കൊണ്ടുകൊണ്ടേ വരും. അങ്ങനെ ഉണ്ടായ പല ഇൻസിഡൻസും അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ ബേസിലെത്തിയപ്പോഴേക്കും നമ്മുടെ ഗൈഡ് വാക്കി ടോക്കി വഴി നമ്മളെ നേരത്തെ കൊണ്ടുപോയിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് തിരിച്ച് ആ സ്പോട്ടിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെയും തൂക്കിയെടുത്ത് തിരിച്ച് നമ്മൾ അവരുടെ ഓഫീസിലെത്തി. നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ജാക്കറ്റ്സും
പിന്നെ ക്രാംപോൺസും പിന്നെ ആക്സും ഒക്കെ നമ്മൾ എലനിക്ക് തിരിച്ചു കൊടുത്തിട്ട് അവിടെ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഐസ്ലാൻഡിലെ വിജനമായ റോട്ടിലൂടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഐസ്ലാൻഡിലെ കാഴ്ചകൾ ഒരിക്കലും നമ്മളെ മടുപ്പിക്കുന്നില്ല. അത് റോട്ടിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിലായാലും മൊത്തം കാഴ്ചകളാണ്. ഇനി നമ്മൾ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ട ഗ്ലേഷ്യറിൻ്റെ മറ്റൊരു ഫിംഗറിലോട്ടാണ്. ഇതും ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഗ്ലേഷ്യറിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ വോളിയം എത്ര ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചൊക്കെ ഗ്ലേഷ്യറിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഈ വെള്ളത്തിൽ വീണ് കിടക്കുന്നതായിട്ടും കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി പോകുന്നത് വേറെ ഒരു വെറൈറ്റി കാഴ്ചയിലോട്ടാണ്. അതേ ഗ്ലേഷ്യർ തന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു വ്യൂ പോയിൻ്റ് ആയിട്ട് കാണാൻ പോവുകയാണ്. പക്ഷെ നമ്മളീ കാണാൻ പോകുന്ന ഗ്ലേഷ്യറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗ്ലേഷ്യർ ലഗൂണും ഏകദേശം കടലിനോടുമായിട്ട് അടുത്ത് ചേർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കടലും ഗ്ലേഷ്യറും ലഗൂണുമായിട്ടുള്ളൊരു കൂടിച്ചേരൽ നമുക്ക് കാണാനായിട്ട് പറ്റും. റെയിൻഡിയറിനെയും ആർട്ടിക് ഫോക്സിനെയും സീലിനൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ കാണുന്ന മഞ്ഞ് പീസുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ സെയിം ഗ്ലേഷ്യറിൽ നിന്ന് പൊട്ടി ലഗൂണിലോട്ട് വീഴുന്നതാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പൊട്ടി കിടക്കുന്ന പീസൊക്കെ, അതായത് ഈ മഞ്ഞ് പീസുകളൊക്കെ കടലിനോട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടും ഈ പീസുകളൊക്കെ നോർമലി കടലിലോട്ട് ഒഴുകിപ്പോകും. കടലിലോട്ട് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണണ്ടേ? വാ. കടലിലോട്ട് ഒഴുകി ചെല്ലുന്ന ഈ മഞ്ഞ് പീസുകൾ പിന്നെയും ചെറു പീസുകളായിട്ട് മാറി തിരിച്ച് കരയിലോട്ട് വരും. ഈ കരയിലോട്ട് വരുന്ന പീസുകൾ കാണാനായിട്ട് ക്രിസ്റ്റൽ പോലെ ഇരിക്കും. അപ്പോൾ ഈ ക്രിസ്റ്റൽ പോലത്തെ പീസ് ഈ തീരത്ത് കുറേ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? അതിലോട്ടാണ് നമ്മളിനി പോകുന്നത്. അതെ, ഈ കാണുന്നത് മൊത്തം അങ്ങനത്തെ ചെറു ക്രിസ്റ്റൽ പീസുകളാണ് മഞ്ഞിൻ്റെ. അതുകൊണ്ട് തന്നെ ഈ കടൽ തീരത്തിന് വിളിക്കുന്ന പേരാണ് ഡയമണ്ട് ബീച്ച്. ഡയമണ്ട് പോലെ കുറേ മഞ്ഞ് പാളികൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ നിൽക്കുന്നിടത്ത് മാത്രമല്ല കേട്ടോ, നമ്മൾ എത്രയോ നടന്നു പോകുന്നു അവിടെയൊക്കെ നമുക്കിതുപോലത്തെ ക്രിസ്റ്റൽ പീസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. ഇനി നമ്മൾ പോകുന്നത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ്. ഐസ്ലാൻഡിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് വൈക്കിംഗ് കുടിയേറ്റത്തോടെയാണ്. അതുകൊണ്ട് ഐസ്ലാൻഡ് ഒരു വലിയ വൈക്കിംഗ് വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. നമ്മളിനി കാണാൻ പോകുന്നത് ഐസ്ലാൻഡിലെ ഒരു പ്രധാന വൈക്കിംഗ് ഫിലിം സെറ്റാണ്. ഐസ്ലാൻഡിലെ ഏറ്റവും മികച്ച ഫോട്ടോഷൂട്ട് ലൊക്കേഷനുകളിലെ ഒന്നാണിത്. ഐസ്ലാൻഡിലെ ഓഫാൻ പട്ടണത്തിൽ നിന്ന് ഏകദേശം 10-20 മിനിറ്റ് കിഴക്കായിട്ട് സ്റ്റോക്നെസ് മുനമ്പിലാണ് ഈ ഫിലിം സെറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രൈവറ്റ് ലാൻഡിലാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഒരിക്കലും സൗജന്യമല്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അവിടെ അടുത്ത് തന്നെയുള്ളൊരു വൈക്കിംഗ് കഫേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണം. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ പ്രൈവറ്റ് ലാൻഡ് അല്ലെങ്കിൽ ഈ ഒരു ഫിലിം സെറ്റ് ഒക്കെ കാണാനായിട്ട് പറ്റുക. ഫീസ് അടച്ച ശേഷം അവിടെ നിന്ന് നടപ്പാതയിലൂടെ ഏകദേശം 10-15 മിനിറ്റ് നടന്നാലേ ഫിലിം സെറ്റിൻ്റെ പ്രധാന കവാടത്തിലെത്താം. ഈ ഫീ ഒരിക്കലും ആ ഒരു വില്ലേജ് കാണാൻ മാത്രമല്ല, അതിന് ചുറ്റുവട്ടത്തുമുള്ള പർവ്വതങ്ങളും അവിടെ തന്നെയുള്ള ഒരു ബീച്ച് പോയിൻ്റൊക്കെ കാണാനായിട്ട് നമുക്ക് ഈ ടിക്കറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ ഏകദേശം 3 പേർക്കും കൂടിയിട്ട് $34 പേ ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങളുടെ പക്കൽ വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടിയിലാണ് പോകാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ചെക്ക് പോയിൻ്റ് അവിടെ എത്തിയിട്ട് നമ്മൾ ക്യാഷ് എല്ലാം പേ ചെയ്തു.
ഇനി നമ്മൾ കയറുന്നത് ഒരു പ്രൈവറ്റ് ലാൻഡിലോട്ടാണ്. അങ്ങനെ നമ്മൾ ആദ്യം വൈക്കിംഗ് വില്ലേജ് ഫിലിം സെറ്റ് കാണാൻ വേണ്ടിയിട്ട് അതിനടുത്തുള്ളൊരു പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ടാണ് നമ്മൾ ആദ്യം പോയത്. അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം വൈക്കിംഗ് വില്ലേജ് ഫിലിം സെറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ആ തണുത്ത കാറ്റിലൂടെ ഞങ്ങൾ അങ്ങ് നടന്നു. വൈക്കിംഗ് വില്ലേജ് ഫിലിം സെറ്റിലോട്ട് അടുക്കും തോറും ആ പിന്നിൽ കാണുന്ന മലകൾ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. വൈക്കിംഗ് വില്ലേജിലോട്ട് അടുക്കും തോറും അങ്ങ് ദൂരെ നമുക്കൊരു കപ്പൽ കാണാനായിട്ട് സാധിക്കും. ഈ കപ്പലിൻ്റെ പേര് ഡ്രാക്കർ എന്നാണ്. ഇത് 9-ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ ഗോക്സ്റ്റാഡ് കപ്പലിൻ്റെ ഒരു മാതൃകയാണ്. ഗോക്സ്റ്റാഡ് കപ്പൽ വ്യാപാരത്തിനും പര്യവേഷണത്തിനും യുദ്ധത്തിനും ഉപയോഗിച്ചിരുന്ന ഒരു തരം നീണ്ട കപ്പലായിരുന്നു. ഈ കപ്പൽ യഥാർത്ഥത്തിൽ 2007 ബ്രസീലിലാണ് നിർമ്മിച്ചത്. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരുന്ന ഈ കപ്പൽ വൈക്കിംഗ് കപ്പലിനോട് താല്പര്യമുള്ള ഒരാൾ വാങ്ങുകയും പിന്നീട് 2022 ഇതിനെ ഈ ഫിലിം സെറ്റിന് സമീപമുള്ള തടാകത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ കപ്പലിൻ്റെ മുൻഭാഗത്ത് ഒരു ഡ്രാഗൺ തലയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ഫിലിം സെറ്റിൽ ഈ കപ്പൽ യഥാർത്ഥ വൈക്കിംഗ് കപ്പലുകൾ എങ്ങനെയിരിക്കും എന്ന് കാണിച്ചു തരുന്ന ഒരു മനോഹരമായ മാതൃകയാണ്. ഇത് ഈ ഗ്രാമത്തിൻ്റെ മൊത്തത്തിലുള്ള വൈക്കിംഗ് അനുഭവം സമ്പൂർണ്ണമാക്കുന്നു. അങ്ങനെ കപ്പലിലെ കാഴ്ചകളെല്ലാം കണ്ട് കപ്പലിനോട് ഇവിടെ പറഞ്ഞ് നമ്മളിനി നേരെ പോകുന്നത് വൈക്കിംഗ് വില്ലേജിൻ്റെ അടുത്തേക്കാണ്. വൈക്കിംഗ് വില്ലേജിലോട്ട് അടുക്കും തോറും മറ്റൊരു കാഴ്ച ഞങ്ങളെ അതിലോട്ട് അടുപ്പിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എത്തി നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടത് വെയിലിൻ്റെ ടെയിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ എല്ല് ഇവിടെ ഇരിപ്പിടമായി സെറ്റ് ചെയ്തതാണോ എന്നറിയത്തില്ല, ആ രീതിക്കായിട്ട് വെച്ചേക്കുന്നതായിട്ട് കണ്ടു. ഇവിടെ മാത്രമല്ല, പോകുന്ന വഴിക്ക് പലയിടങ്ങളിലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തതായിട്ട് ശ്രദ്ധയിൽ വിട്ടു. ഇനി നമ്മൾ നേരെ കയറുന്നത് വൈക്കിംഗ് വില്ലേജിൻ്റെ ഉള്ളിലോട്ടാണ്. യഥാർത്ഥത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണെങ്കിലും ഐസ്ലാൻഡിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് മാറിക്കഴിഞ്ഞു. ഏകദേശം 2010 ഈ ഒരു വൈക്കിംഗ് ഫിലിം സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു അന്താരാഷ്ട്ര വൈക്കിംഗ് സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് ഐസ്ലാൻഡിലൊരു സംവിധായകനാണ് ഈ സെറ്റ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഗ്രാമം പൂർണ്ണമായും ഉപയോഗിക്കാതെ അവിടെ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. ഈ സെറ്റ് പിന്നീട് പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടാതെ നെറ്റ്ഫ്ലിക്സ് സീരീസായ ദി വിച്ചർ, ബ്ലഡ് ഒറിജിൻ പോലുള്ള പ്രൊജക്റ്റുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഫിലിം സെറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വൈക്കിംഗ് യുഗത്തിലെ വാസസ്ഥലങ്ങളെയും പരമ്പരാഗത ഐസ്ലാൻഡിക് വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കിയാണ്. ഗ്രാമത്തിലെ പ്രധാന കെട്ടിടങ്ങൾ ടർഫ് ഹൗസുകളുടെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തണുപ്പിൽ നിന്നും കാറ്റിൽ നിന്നും സംരക്ഷണം നൽകാൻ പുല്ലുമേഞ്ഞ മേൽക്കൂരകളാണ് ഇത്തരം വീടുകളുടെ പ്രത്യേകത. ഗ്രാമത്തിനു ചുറ്റും തടി കൊണ്ടുള്ള കോട്ടകളും പ്രതിരോധ സംവിധാനങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കെട്ടിടങ്ങളെല്ലാം സിനിമയുടെ ആവശ്യത്തിനായി പുറത്തുനിന്ന് കാണുമ്പോഴും ഏറ്റവും റിയലിസ്റ്റിക്കായി തോന്നുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കെട്ടിടങ്ങൾ 10 വർഷത്തിലേറെയായി ഐസ്ലാൻഡ് കാലാവസ്ഥയെ നേരിടുന്നതിനാൽ ഇവ പരിപാലിക്കപ്പെടാത്ത അവസ്ഥയിലാണ്. ഐസ്ലാൻഡിൽ മരങ്ങൾ കുറവായതിനാൽ യഥാർത്ഥ വൈക്കിംഗ് ബോട്ടുകൾ നിർമ്മിച്ചിരുന്നത് ഒഴുകിയെത്തിയ തടികളോ നോർവേയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തടികളോ ഉപയോഗിച്ചാണ്. ഈ സെറ്റിലും തടിയാണ് പ്രധാന നിർമ്മാണ സാമഗ്രി. ഇതൊരു യഥാർത്ഥ വൈക്കിംഗ് വാസസ്ഥലമല്ലെങ്കിലും വൈക്കിംഗ് യുഗത്തിലെ അന്തരീക്ഷം അനുഭവിച്ചറിയാനും അതുല്യമായ ഫോട്ടോകൾ എടുക്കാനും പറ്റിയ ഐസ്ലാൻഡിലെ ഒരു പ്രധാന കേന്ദ്രമാണിത്. പുറത്തുനിന്ന് കാണാൻ വളരെ ചരിത്രപരമായി തോന്നുമെങ്കിലും ഇതൊരു സിനിമ സെറ്റ് ആയതിനാൽ മിക്ക കെട്ടിടങ്ങളുടെയും അകത്തളങ്ങൾ പൂർണ്ണമായി നിർമ്മിക്കുകയോ പരിപാലിക്കുകയോ ചെയ്തിട്ടില്ല. സുരക്ഷാ കാരണങ്ങളാൽ സന്ദർശകരെ കെട്ടിടങ്ങളുടെ അകത്ത് പ്രവേശിക്കരുതെന്നും ഉടമകൾ കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട്. പുറത്തുനിന്ന് കാഴ്ചകൾ കാണാനും ചിത്രങ്ങളെടുക്കാനുമാണ് അനുവാദം തന്നിട്ടുള്ളത്. എന്നിരുന്നാലും അകത്തളം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മാത്രം വാതിലുകൾ സന്ദർശകർക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതിലൂടെ മറ്റു പലരും ഉള്ളിലോട്ട് പോയി കാഴ്ചകളും വീഡിയോകളും എല്ലാം എടുക്കുന്നതൊക്കെയായിട്ട് ശ്രദ്ധയിൽ വിട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ കയറിയ ഒരു വീടിനുള്ളിൽ
തടി കൊണ്ടുള്ള ചട്ടക്കൂടുകളും മറ്റ് നിർമ്മാണ സാമഗ്രികളും പിന്നെ ഒരു ചെറിയ JCB അല്ലെങ്കിൽ എക്സ്കവേറ്റർ എന്നൊക്കെ പറയുന്ന ഒരു മെഷീൻ മാത്രമേ കാണാനായിട്ട് സാധിച്ചുള്ളൂ. ഉള്ളിൽ പ്രത്യേകിച്ച് ലൈറ്റുകളോ മറ്റൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നമുക്ക് വ്യക്തമായൊരു ചിത്രം അതിൻ്റെ അകത്തു നിന്ന് കണ്ണുകൾ കൊണ്ടും ക്യാമറ കൊണ്ടും നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. എന്നിരുന്നാലും ആ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പുറത്തോട്ട് ഇറങ്ങി. അതുപോലെ തന്നെ കാണുന്ന മറ്റ് ബിൽഡിങ്ങുകളിലോട്ടെല്ലാം നമ്മൾ കയറി നോക്കിയപ്പം കാണാൻ കഴിഞ്ഞത് അവിടെയുള്ള വാതിലുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലോട്ടുള്ള പ്രവേശനം സാധ്യമല്ല. പിന്നീട് ഞാൻ നേരെ പോയത് ഈ ഒരു വൈക്കിംഗ് വില്ലേജിൻ്റെ സംരക്ഷണ ഭിത്തിയായ മതിലിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക, പുറത്തുനിന്ന് ശത്രുക്കൾ വരുന്നുണ്ടെന്ന് വീക്ഷിക്കാം എന്നുള്ള രീതിക്ക് പണിത് വെച്ച ഒരു ഗാർഡ് ഹൗസിലോട്ടാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തെ തകർക്കാനായിട്ട് വരുന്ന ശത്രുക്കളെ നമുക്ക് ഇവിടെ നിന്ന് വീക്ഷിക്കാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കപ്പൽ അങ്ങ് ദൂരെ കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് അതിനടുത്തുള്ളൊരു തടാകത്തിലൂടെ ഒരു ലോറി മണ്ണാണെന്ന് തോന്നുന്ന രീതിയിൽ ലോഡൊക്കെ വെച്ച് പോകുന്നതായിട്ട് കണ്ടു. നമ്മുടെ നാട്ടിൽ കാണുന്ന ലോറിയിൽ നിന്ന് എല്ലാം ഭയങ്കര വ്യത്യാസമുള്ളൊരു രൂപകൽപ്പനയായിരുന്നു ആ ഒരു വണ്ടിക്കുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഇനി പോകുന്നത് അതിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന സ്റ്റോക്ക്നസ് ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിനോടടുത്ത് തന്നെയാണ് കടൽ തീരം ഉള്ളത്. അങ്ങനെ ഏകദേശം അവിടെ എത്താറായപ്പോൾ തന്നെ അവിടെ എല്ലാവരും വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പം നമുക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് വണ്ടി പോകത്തില്ല, നടന്ന് തന്നെ പോകണം. അങ്ങനെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഈ മരത്ത് കൊണ്ടുണ്ടാക്കിയ ഈ ഒരു ചെറിയൊരു ബ്രിഡ്ജ് നമ്മൾ കയറി ഇറങ്ങി അപ്പുറത്തെ ശരിക്കും പറയുകയാണെങ്കിൽ പറമ്പ് ചാടി വേറെ പറമ്പിലോട്ട് കയറുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ കുതിരകളോ അല്ലെങ്കിൽ മറ്റ് ജീവികളോ ചാടിപ്പോകാതിരിക്കാനായിട്ടും ഈ പറമ്പുകളിൽ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ചാടി കടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ചെറിയ പാലങ്ങൾ പണിത് വെച്ചിരിക്കുന്നത്. കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കേട്ടോ ഇത് കയറി ഇറങ്ങാനായിട്ട്. സ്റ്റോക്ക്നസ് മുനമ്പിലെ ഈ പ്രദേശം ലൈറ്റ് ഹൗസ് എന്നതിലുപരി ഐസ്ലാൻഡിൻ്റെ പ്രതിരോധ ചരിത്രത്തിന് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഈ പ്രദേശം ബ്രിട്ടീഷ് ആർമി ഒരു സൈനിക താവളമായി ഉപയോഗിച്ചിരുന്നു. യുദ്ധത്തിന് ശേഷം ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ എയർ ട്രാഫിക് നിരീക്ഷിക്കുന്നതിനായിട്ട് നാറ്റോ ഇവിടെ ഒരു റഡാർ സ്റ്റേഷൻ സ്ഥാപിച്ചു. ഈ സ്റ്റേഷൻ നിലവിലെ ഐസ്ലാൻഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. സന്ദർശകർക്ക് റഡാർ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഈ കാണുന്ന വെസ്റ്റർഹോൺ പർവ്വതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതൊരു യാത്രികൻ്റെയും മനം കവരും. അങ്ങനെ മലകൾ ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കയറി ഇറങ്ങിയ ആ ഒരു ചെറിയൊരു ബ്രിഡ്ജ് നമ്മൾ തിരിച്ച് കയറി വണ്ടിയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കൂടിയിട്ട് നമ്മളുടേതായ പ്ലാനിലെ അവസാനത്തെ സ്ഥലവും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഇന്ന് താമസിക്കാനായിട്ടുള്ള ക്യാമ്പ് സൈറ്റിലോട്ടാണ്. അവിടേക്കുള്ള മാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നേരെ അവിടേക്ക് യാത്ര തുടർന്നു. സമയം ഇപ്പോൾ ഏകദേശം രാത്രി 9 മണിയുടെ അടുക്കാറായിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ
അതായത് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വേണം നമുക്കിന്ന് തങ്ങാനായിട്ടുള്ള ക്യാമ്പിംഗ് സൈറ്റിലോട്ട് പോകാനായിട്ട്. ഐസ്ലാൻഡിലെ മലകൾക്കടിയിലുള്ള തുരങ്കങ്ങൾ സാമാന്യം ഇടുങ്ങിയതും എന്നാൽ ആദ്യം പോകുന്ന ഒരാൾക്ക് ചെറിയ രീതിക്കുള്ള ഭീതി പടർത്തുന്ന ഒന്നാണ്. അങ്ങനെ രാത്രി ഏകദേശം കൂരാകൂരിരുട്ടായി തുടങ്ങി. നമ്മളങ്ങനെ നമുക്ക് ചുറ്റും ആരുമില്ലാത്തൊരവസ്ഥയിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഐസ്ലാൻഡിൽ ഒരിക്കലും നൈറ്റ് ഡ്രൈവിങ് സജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം നൈറ്റിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റൊക്കെ വണ്ടി വരുന്നതെന്ന് പറയുന്നത് ഭയങ്കര വിരളമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവിടുത്തെ അതോറിറ്റീസ് ഒരിക്കലും നൈറ്റ് ഡ്രൈവ് ആരുടെ അടുത്തും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലോട്ട് എത്താറായപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് മെയിൻ റോഡിൽ നിന്നെല്ലാം മാറിയിട്ട് കുറച്ചുള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം റോഡിൻ്റെ സ്വഭാവമൊക്കെ ചെറിയ രീതിയിൽ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിലോട്ടും രാത്രി ഏകദേശം 12 മണിയായപ്പോൾ തന്നെ എത്താനായിട്ട് സാധിച്ചു. അവിടുത്തെ കെയർടേക്കറും ഒരു അമ്മൂമ്മയായിരുന്നു കേട്ടോ. നമ്മുടെ എത്തിയപ്പോൾ തന്നെ അമ്മൂമ്മ നമ്മളെ വെൽക്കം ചെയ്യുകയും അവരുടെ ഓഫീസിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് 3 പേർക്കുള്ള ഫീയും അതുപോലെ തന്നെ കാറിൻ്റെ പാർക്കിംഗ് ഫീയും മേടിച്ചിട്ട് നമ്മളെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം ചുറ്റും കാണിച്ചു. അവിടുത്തെ ടോയ്ലറ്റ്, ലോണ്ട്രി അങ്ങനെ പലതും നമ്മളെ കാണിച്ചതിന് ശേഷം നമ്മളെ കിച്ചണിലോട്ട് പറഞ്ഞു വിട്ടു. നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കിച്ചൻ്റെ അകത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പല ഓണേഴ്സും പല ക്യാമ്പിംഗ് സൈറ്റും ടേക്ക് കെയർ ചെയ്യുന്നത് പല രീതിക്കാണ്. ഈ അമ്മൂമ്മ ഇവിടെ ഈ കിച്ചൺ നല്ല രീതിക്കാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. എന്നാൽ ചിലവർ ടേക്ക് കെയർ ചെയ്യുന്നത് ടോയ്ലറ്റ് ആയിരിക്കും. അത് പലരുടെ പല താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. പക്ഷേ ഈ ഒരു കിച്ചൺ ഇവിടെ ഭയങ്കര ഓർഗനൈസ് ചെയ്തിട്ടാണ് അമ്മൂമ്മ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സമയം അധികം വൈകിക്കാതെ തന്നെ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ കുക്ക് ചെയ്തിട്ട് ഇന്നത്തേക്കുള്ള ഡിന്നർ സെറ്റ് ചെയ്തു. പുറത്ത് നല്ല തണുപ്പാണെങ്കിലും ഈ ഒരു കൂടാരം ഒരു ഗ്രീൻ ഹൗസിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് തന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ 3 പേരും കൂടിയിട്ട് അത് ഒരുമിച്ചിരുന്ന് കഴിച്ചു. കഴിക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് നാളെ പോകാനുള്ള ഇടങ്ങളെപ്പറ്റിയും നാളെ തങ്ങാനുള്ള ക്യാമ്പ് സൈറ്റിനെ പറ്റിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.